വാവാ സുരേഷിനെ പറ്റി അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. എന്ന് പലപ്പോഴും പാമ്പിനെ ആളുകൾ തല്ലിക്കൊല്ലുമ്പോഴോ അല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോഴോ പാമ്പിനെ പറ്റി വിശേഷങ്ങൾ പറയുമ്പോഴൊക്കെ വാവാ സുരേഷിനെ ഓർക്കാത്ത മലയാളി ഉണ്ടാകില്ല. മരണത്തെ തോൽപ്പിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു വാവാ സുരേഷ്. പാമ്പ് പിടിക്കുവാൻ വരാമോ സാറേ, വീട്ടിൽ കുട്ടികളുണ്ട്, രാത്രി 2 മണിയായാലും 3 മണിയായാലും മറുതലക്കിൽ ഭയചകിതനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുവാൻ ഈ വാവാ സുരേഷിന് കഴിയില്ല. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഭയന്നോടുന്ന പാമ്പുകളെ തേടി തന്റെ ജീവൻ പണയം വെച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം വാവാ സുരേഷ്. കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും പരിചിതമായ പേര്. പാമ്പിനെ കണ്ട് ഭയന്ന് ഓടി മാറിയിരുന്ന മലയാളിയുടെ മുമ്പിൽ ആ ഭയത്തെ മാറ്റിക്കൊണ്ട് ആ ഭയത്തെ അത്ഭുതമാക്കി മാറ്റിയ ഒരു മാന്ത്രികനുണ്ട്, നമ്മുടെ സ്വന്തം വാവാ സുരേഷ്. ഇത് വെറും പാമ്പ് പിടുത്തക്കാരന്റെ കഥയല്ല. മരണത്തിന്റെ വക്കിൽ നിന്ന് പലതവണ തിരിച്ചു വന്ന സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി ഒഴിഞ്ഞുവെച്ച ഒരു പോരാളിയെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് ജനിച്ച സുരേഷ് എങ്ങനെയാണ് വാവാ സുരേഷ് ആയത്? അത് വലിയൊരു കഥയാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ചുറ്റുപാടിൽ നിന്ന് വളർന്ന സുരേഷ് തന്റെ 12-ാം വയസ്സിലാണ് ആദ്യമായി ഒരു പാമ്പിന് പിടികൂടുന്നത്. ഒരു ചേരയെ പിടിച്ചുകൊണ്ടുവന്ന ആ ബാലൻ പിന്നീട് വളർന്നത് പാമ്പുകളുടെ തോഴനായിട്ടാണ്. മറ്റുള്ളവർക്ക് അതൊരു വിഷജീവിയാണെങ്കിൽ സുരേഷിനത് പ്രകൃതിയുടെ ഭാഗമായ ഒരു ജീവിതം മാത്രമായിരുന്നു. ശാസ്ത്രീയമായ പരിശീലനങ്ങളോ ഉപകരണങ്ങളോ ഇല്ലാതെ തന്നെ വെറും കൈകൊണ്ട് രാജവെമ്പാലയെ വരെ മെരുക്കുന്ന സുരേഷിന്റെ രീതി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പാമ്പുകളെ ശത്രുവായി കാണാതെ സുഹൃത്തായി അദ്ദേഹം കാണാൻ തുടങ്ങി. മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ കാട്ടിൽ വിടുന്ന ഒരു പരിസ്ഥിതി സ്നേഹിയായി നമ്മൾ കാണാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് പാമ്പുകളെയാണ് അദ്ദേഹം ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയത്. മരണവുമായുള്ള അദ്ദേഹത്തിന്റെ മുഖാമുഖം കാഴ്ചകൾ പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. 1 അല്ല 2 അല്ല 300-ലധികം തവണയാണ് വാവാ സുരേഷിന് പാമ്പ് കടിയേറ്റത്. 10-ലധികം തവണ ICUവിൽ മരണത്തോട് മല്ലിട്ടു. ഓരോ തവണ കടിയേൽക്കുമ്പോഴും കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് വെച്ചുണ്ടായ അപകടം നാം മറന്നിട്ടുണ്ടാകില്ല. ഒരു മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് അദ്ദേഹം കുഴഞ്ഞു വീണപ്പോൾ ഏവരും ഭയന്നു. പക്ഷേ ആ ഹൃദയം നിലച്ചില്ല. തിരിച്ചു വന്ന ഉടനെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്റെ പാമ്പുകളെ കാണണമെന്നാണ്. ഈ ആത്മബന്ധമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് വാവാ സുരേഷ് ഇതൊരു വലിയ ബിസിനസ് ആയാണ് കാണുന്നതെന്നാണ്. എന്നാൽ സത്യം അതല്ല. കോടീശ്വരന്മാരുടെ വീട്ടിൽ പോയി പാമ്പിനെ പിടിച്ച ശേഷം അവർ വെച്ച് നീട്ടുന്ന 30 രൂപയും വാങ്ങി മടങ്ങേണ്ടി വരുന്ന ദിവസങ്ങളെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടികൂലി പോലും കയ്യിൽ നിന്നെടുത്താണ് പലപ്പോഴും അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡ് തുകകളോ ഏതാണ്ട് 40 ലക്ഷം രൂപയോളമുള്ള സമ്മാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ജീവിതത്തെ മാറ്റിമറിച്ചില്ല. കാരണം ആ തുക അദ്ദേഹം സ്വന്തം വീട് പണിയാനോ സ്വന്തം ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനല്ല ഉപയോഗിച്ചത്. തന്നേക്കാൾ മോശമായ അവസ്ഥയിൽ കഴിയുന്ന നിർധനരായ രോഗികൾക്കും അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായാണ്. ആ തുക ദാനം ചെയ്യുവാൻ ഒരു മടിയും അദ്ദേഹത്തിനുണ്ടായില്ല. സ്വന്തമായി ഒരു നല്ല വീട് പോലും ഇല്ലാത്ത അദ്ദേഹം ഇക്കാലത്ത് നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയൊരു മനുഷ്യ സ്നേഹിയോ, മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഓടി നടക്കുന്ന ഒരു മനുഷ്യ സ്നേഹി. പാമ്പുകളെ കൊല്ലുന്നതിനെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. പാമ്പ് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എത്രമാത്രം പ്രധാനമാണെന്ന് അദ്ദേഹം തന്റെ ഓരോ വീഡിയോയിലൂടെയും കാണിച്ചു തരുന്നു. തന്റെ കയ്യിൽ ഇരിക്കുന്ന പാമ്പ് മുട്ടയിട്ടാൽ അത് വിരിയുന്നതുവരെ കാത്തിരുന്ന് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കാട്ടിലേക്ക് വിടുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ആ ചിരിയുണ്ടല്ലോ, അതാണ് യഥാർത്ഥമായ സംതൃപ്തി. പരിസ്ഥിതി സ്നേഹികൾ എന്ന് വാതോരാതെ പറയുന്നവരിൽ നിന്നും ഇദ്ദേഹം വ്യത്യസ്തനാകുന്നതും അവിടെയാണ്. ചിലർക്ക് അദ്ദേഹം വെറും ഒരു പാമ്പ് പിടുത്തക്കാരൻ മാത്രമായിരിക്കാം. എന്നാൽ ആ സമയത്ത് വീട്ടിൽ ഒരു പാമ്പ് കയറി ഭയന്നിരിക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കും അദ്ദേഹം ഒരു രക്ഷകനാണ്. പണമല്ല, മനുഷ്യത്വമാണ് വലുതെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വലിയ വ്യക്തി. ഇന്നും എവിടെയെങ്കിലും ഒരു ഫോൺ ബെല്ലടിക്കുന്നുണ്ടാകാം, അക്കരെ പേടിയോടെ ഒരാൾ വിളിക്കുന്നുണ്ടാകാം. വാവാ സുരേഷ് തന്റെ പഴയ ബാഗും എടുത്ത് അങ്ങോട്ട് പുറപ്പെടുന്നുണ്ടാകാം. കാരണം അദ്ദേഹത്തിന് അതൊരു ജോലിയല്ല, അതൊരു ദൗത്യമാണ്. മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും പുഞ്ചിരിക്കുവാൻ കഴിയുന്ന ആപത്തിൽ സഹായിക്കാൻ ഓടിയെത്തുന്ന ആ വലിയ മനുഷ്യന് നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകാം. വാവാ സുരേഷ് കേരളത്തിന്റെ സ്വന്തം രക്ഷകനാണ്.